സാധാരണ ഒരു കേക്കിൻ്റെ ഓർഡറൊക്കെ എടുക്കുമ്പോഴേ എവിടെ വെച്ചാണ് ഫംഗ്ഷൻ എന്നും എന്നാണ് കേക്ക് കട്ടിങ് എന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചു വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കേക്കിൻ്റെ ഓർഡർ തന്നത് നമ്മുടെ അയൽക്കാരനും കളിക്കൂട്ടുകാരനും ഒക്കെ രാജേഷായിരുന്നു കേട്ടോ. കേക്കിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ഡമ്മിയാണ് കേട്ടോ. കുഞ്ഞിന് ആനയെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരു ആനക്കുട്ടനെ ഇതിനകത്ത് സെറ്റാക്കി തരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആനയുടെ പിന്നിലായിട്ട് നിങ്ങളൊരു സ്റ്റിക്ക് കാണുന്നില്ലേ, അത് ആനയുടെ നട്ടലിൻ്റെ സപ്പോർട്ടിനൊന്നും കൊടുത്തിരിക്കുന്നതല്ല കേട്ടോ. ശരിക്കും ഈ കേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കേക്ക് നമ്മുടെ ജില്ല വിട്ട് പോകാനുള്ളതാണെന്ന്. അതായത് ആളിൻ്റെ വൈഫിൻ്റെ വീട്ടിലായിരുന്നു ഫംഗ്ഷനൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. ഡമ്മിയും കേക്കും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ കുത്തുന്ന ഈ സ്റ്റിക്ക് ഉണ്ടല്ലോ, ഇത് ഞാൻ കംപ്ലീറ്റ് താഴത്തേക്ക് ഇറക്കിയില്ല. അത് ഫുള്ളായിട്ട് താഴ്ത്താഞ്ഞത് വേറൊന്നുമല്ല, ഇത്രയും ട്രാവൽ ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് കേക്കിനകത്ത് എന്തെങ്കിലും ഒരു പിടിവള്ളിയായിട്ട് കൊടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിരിക്കുന്നത്. കാറിൻ്റെ സീറ്റെല്ലാം ആളുണ്ടായിരുന്നതുകൊണ്ട് ഡിക്കിയിൽ വെച്ചിട്ട് കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ. അതുപോലെ ഡിക്കിയിൽ വെച്ചിട്ട് കേക്ക് കൊണ്ടുപോകുന്നത് എനിക്കിതുവരെ അത്ര സേഫായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ, പ്രത്യേകിച്ച് ഇത്രയും ദൂരം. അങ്ങനെ കൊല്ലത്തുനിന്ന് പത്തനംതിട്ട വരെ ഈ കേക്ക് കസ്റ്റമർ മടിയിൽ വെച്ചിട്ടാണ് പോയത് കേട്ടോ. ശരിക്കും അങ്ങനെ ട്രാവൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാണുമല്ലേ. എന്നാൽ ശരി.